സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഉത്തര മലബാറിന്റെ വികസന കുതിപ്പിന് കരുത്തേകാൻ കാർഗോ സർവീസുമായി ദ്രാവിഡൻ ഏവിയേഷൻ സർവീസ്. ആദ്യ പറക്കൽ ചിങ്ങം 1-ന്. കാർഗോ സർവീസ് മലബാറിന്റെ പരമ്പരാഗത മേഖലയ്ക്ക് മുതൽക്കൂട്ട്. രാജസ്ഥാനി ഉൽപ്പന്ന പ്രദർശന വിപണനമേള ഉത്സവ് രാജസ്ഥാന് തിരക്കേറുന്നു. പരമ്പരാഗത നെയ്ത്തും കരകൌശല വസ്തുക്കളുമായി മേള ഓണം വരെ. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ NGO യൂണിയൻ പ്രതിഷേധം. സർക്കാർ ജീവനക്കാർ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി. കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി തകർക്കുന്നുവെന്ന ആരോപണം. വാർത്തകൾ വിശദമായി. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും എയർ കാർഗോ വിമാന സർവീസ് ആരംഭിക്കുന്നു. കൊച്ചിയിലെ ദ്രാവിഡൻ ഏവിയേഷൻ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ആദ്യ കാർഗോ സർവീസ് ആരംഭിക്കുന്നത്. 18 ടൺ ചരക്കുകൾ കൊണ്ടുപോകാൻ പറ്റുന്ന വിമാനമാണ് ഉപയോഗിക്കുക. സർവീസിനായി ഇടപെടൽ നടത്തിയത് നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ആണ്. ഉത്തര മലബാറിന്റെ ബിസിനസ് വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവുന്ന വലിയൊരു മാറ്റത്തിനാണ് കണ്ണൂർ വിമാനത്താവളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കാർഷിക, വ്യാവസായിക, വാണിജ്യ, മത്സ്യ, ക്ഷീര, പരമ്പരാഗത മേഖലയിലെ ഉൽപ്പന്നങ്ങൾ വിദേശ വിപണിയിലേക്ക് കേടുകൂടാതെയും കാലതാമസം വരുത്താതെയും ലഭ്യമാക്കുന്നതിനായി കണ്ണൂരിൽ നിന്നും എയർ കാർഗോ പ്രൈവറ്റ് സർവീസാണ് ആരംഭിക്കുന്നത്. കൊച്ചി ആസ്ഥാനമായുള്ള ദ്രാവിഡൻ ഏവിയേഷൻ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ആഭ്യന്തര ഉൽപാദനത്തിനുള്ള പ്രോത്സാഹനമെന്ന നിലയിൽ കാർഗോ വിമാന സർവീസ് ആരംഭിക്കുക. പാസഞ്ചർ എയർക്രാഫ്റ്റിൽ യാത്രക്കാരുടെ ലഗേജുകൾ കഴിഞ്ഞാണ് ചരക്കു നീക്കത്തിന് സ്ഥലം അനുവദിക്കാറുള്ളത്. പലപ്പോഴും യാത്രക്കാരുടെ ലഗേജുകൾ കാരണം ടേക്ക് ഓഫ് ചെയ്യാൻ സാധിക്കില്ലെന്ന സംശയം കൊണ്ട് കൂടുതൽ ചരക്കുകൾ വഹിക്കാൻ പൈലറ്റുമാർ സമ്മതിക്കാറില്ല. ഈ പ്രശ്നത്തിനാണ് ഇതോടെ പരിഹാരമാകുന്നത്. വിമാനത്തിൽ 18 ടൺ ഭാരശേഷിയുണ്ട്. കൈത്തറി, ഖാദി, കരകൌശലം, വെങ്കല ശില്പ നിർമ്മാണം, മൺപാത്ര നിർമ്മാണം, പായ നിർമ്മാണം, മുളയുൽപ്പന്നങ്ങൾ തുടങ്ങി ഉത്തര മലബാറിന്റെ പരമ്പരാഗത മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്കും ചാർട്ടേഡ് എയർക്രാഫ്റ്റ് സംവിധാനം ഗുണകരമാകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. എയർ കാർഗോ കോംപ്ലക്സിന്റെ തുടക്കം മുതൽ ഇന്ന് വരെ എടുത്ത ഏകദേശം 6000 മെട്രിക് ടണ്ണോളം കാർഗോ കണ്ണൂരിൽ നിന്നും കയറ്റുമതി ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൂടുതലും എനിക്ക് പറയാൻ കഴിയും 99% ഓഫ് കാർഗോ എന്ന് പറയുന്നത് വെജിറ്റബിൾസ് ആയിരുന്നു. അതായത് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇതായിരുന്നു കണ്ണൂരിൽ നിന്നും കയറ്റുമതി ചെയ്യപ്പെട്ട കാർഗോ. ആദ്യ പറക്കൽ ഓഗസ്റ്റ് 17 വൈകിട്ട് 4 മണിക്ക് ഷാർജയിലേക്കാണ്. പുതുവർഷാരംഭമായ ചിങ്ങം 1-ന് ലോക മലയാളികൾക്കുള്ള ദ്രാവിഡൻ ഏവിയേഷന്റെ പുതുവത്സര സമ്മാനം കൂടിയാണ് ആകാശപാതയിലെ ഈ ചരക്കു നീക്കം. 18-ാം തീയതി രാത്രി 9 മണിക്ക് ദോഹയിലും യൂറോപ്പ്, ഏഷ്യ, പസഫിക്, ആഫ്രിക്ക, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്കും സർവീസ് നടത്തുമെന്നും പറഞ്ഞു. പാസഞ്ചർ ഫ്ലൈറ്റിലാണ്. അത് തുച്ഛമായ നിലയിൽ മാത്രമേ പാസഞ്ചർ ഫ്ലൈറ്റിലും കാർഗോ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ കാര്യങ്ങളൊക്കെ അറിയാം. പാസഞ്ചേഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ പാസഞ്ചേഴ്സിന് മാറ്റാൻ പറ്റാത്തതുകൊണ്ട് കാർഗോ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഫ്ലൈറ്റ് മുന്നോട്ട് പോകും. അവിടെ പലപ്പോഴും പല സാധനങ്ങളും റിസോഴ്സ് സ്ഥലത്ത് എത്തിക്കാൻ വേണ്ടി കാർഗോ ഫ്ലൈറ്റിന് സാധിക്കുകയില്ല. അതിന് പരിഹാരമാണ് കണ്ണൂരിൽ നിന്ന് എക്സ്ക്ലൂസീവായിട്ടുള്ള കാർഗോ ഫ്ലൈറ്റാണ് ഈ വരുന്ന ആഗസ്റ്റ് 17-ാം തീയതി തുറന്ന് പഠിക്കാൻ പോകുന്നത്. കണ്ണൂരിന്റെയും പരിസരങ്ങളിലെയും ടൂറിസം രംഗത്ത് കുതിപ്പേകുന്നതിനായി ചെറുവിമാനങ്ങൾ, ഹെലികോപ്റ്റർ സർവീസ് 2ാം ഘട്ടമായി ആരംഭിക്കുമെന്ന് ദ്രാവിഡൻ ഏവിയേഷൻ സർവീസ് കമ്പനി മാനേജിംഗ് ഡയറക്ടർ ഉമേഷ് കാമത്ത് പറഞ്ഞു. നമുക്കറിയാം, ആ സമയത്ത് 10 ലക്ഷത്തിലധികം യാത്രക്കാർക്ക് സൗകര്യമൊരുക്കാൻ കണ്ണൂർ വിമാനത്താവളം തന്നെ കഴിഞ്ഞെങ്കിൽ പിന്നീട് വിമാനങ്ങളുടെ എണ്ണം കുറയുകയും യാത്രാ നിരക്ക് കൂടുകയും പോയിന്റ് ഓഫ് കോൾ കിട്ടാതിരിക്കുകയും തുടങ്ങിയുള്ള നിരവധി പ്രശ്നങ്ങൾ നമ്മൾ നേരിടുകയാണ്. അതേ സമയത്ത് അവിടെ കാർഗോ കോംപ്ലക്സ് ഒക്കെ അതിവിപുലമായ സൗകര്യങ്ങളോടെ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞെങ്കിലും ഇന്നും പലരും പല സാധനങ്ങളും, അത് സമുദ്രോൽപ്പന്നങ്ങളായാലും അതുപോലെ തന്നെ ഭക്ഷ്യോൽപ്പന്നങ്ങളായാലും മറ്റ് പച്ചക്കറികളായാലും മറ്റ് പഴവർഗ്ഗങ്ങളും അതുപോലെ തന്നെ പുഷ്പങ്ങൾ ഉൾപ്പെടെയുള്ള പലതും കയറ്റി അയക്കാൻ തയ്യാറാണെങ്കിലും അതിനാവശ്യമായിട്ടുള്ള കാർഗോ ഫെസിലിറ്റി, കാർഗോ വിമാനങ്ങൾ കണ്ണൂരിൽ ഇല്ല എന്നുള്ളൊരു വസ്തുത അവിടെയുണ്ട്.
കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുമ്പോഴും കണ്ണൂർ കേന്ദ്രീകരിച്ച് കേരളത്തിലെ ആദ്യത്തെ എയർ കാർഗോ സർവീസ് തുടങ്ങാൻ ദ്രാവിഡൻ ഏവിയേഷൻ കമ്പനിക്ക് പ്രചോദനമായത് കിയാൽ MD ദിനേശ് കുമാർ സി, കാർഗോ വിഭാഗം തലവൻ സന്തോഷ് എന്നിവരും എയർപോർട്ട് ഉദ്യോഗസ്ഥരും നൽകിയ സഹായവും സഹകരണവും പ്രോത്സാഹനവുമാണ്. അവർക്കൊപ്പം തന്നെ എല്ലാ തരത്തിലുള്ള പിന്തുണയുമായി നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സും അവർക്കൊപ്പമുണ്ട്. ദളിത് ക്രൈസ്തവ പ്രതിഷേധ ദിനത്തിന്റെ ഭാഗമായി ദളിത് കത്തോലിക് മഹാജനസഭയുടെയും കൗൺസിൽ ഓഫ് ദളിത് ക്രിസ്ത്യൻസിന്റെയും നേതൃത്വത്തിൽ പ്രവർത്തകർ കണ്ണൂർ കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. മേയർ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. അവിടെ സാമ്പത്തിക നിലവാരമൊന്ന് നോക്കിയാൽ മാത്രം മതി. സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്ന അത്തരം ആളുകൾക്ക് സംവരണമില്ല, അത്തരം ആനുകൂല്യങ്ങളില്ല എന്ന് ഗവൺമെന്റ് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. മതവിശ്വാസം എന്ന് പറയുന്നത് ഒരു പൗരന്റെ മൗലികമായ അവകാശമാണ്. എവിടെ വിശ്വസിക്കണം, എങ്ങനെ വിശ്വസിക്കണം, എന്ത് പറയണം, അതൊക്കെ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശമാണ്. ആ അവകാശത്തിനനുസരിച്ച് അവർ നിലപാടെടുക്കുമ്പോൾ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നത് ശരിയല്ല എന്നതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സംവരണം അട്ടിമറിക്കാനുള്ള ഭരണകൂട നീക്കം അവസാനിപ്പിക്കുക, പരിവർത്തിത ക്രൈസ്തവരെ പട്ടികജാതി ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കുക, മതവിവേചനം അവസാനിപ്പിച്ച് തുല്യനീതിയും പരിഗണനയും ക്രൈസ്തവർക്കും നൽകുക, വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ കാലോചിതമായി വർദ്ധിപ്പിക്കുക തുടങ്ങിയ 14 ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ സമരം. DCMS കണ്ണൂർ രൂപതാ പ്രസിഡന്റ് ഫാദർ ക്ലാരൻസ് പാലിയത്ത് അധ്യക്ഷനായി. ഫാദർ തോംസൺ കൊറ്റിയത്ത്, ദേവസി കുറ്റൂർ, ജെയ്സൺ മാത്യു, യൂജിൻ ബോബൻ, രാജു നിലമ്പൂർ, ബേബി ആന്റണി, ഫെലിക്സ് മാസ്റ്റർ, സുനിൽ കോയിലേരി, KM തോമസ് എന്നിവർ സംസാരിച്ചു. KG വർഗീസ്, റജി പൌലോസ് തുടങ്ങിയവർ പങ്കെടുത്തു. നിറപുത്തരി പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. പുലർച്ചെ 5:45-നും 6:15-നും മധ്യേ തന്ത്രി കണ്ഠരര് രാജീവരുടെ കാർമ്മികത്വത്തിൽ നിറപുത്തരി ചടങ്ങുകൾ നടന്നു. സന്നിധാനത്ത് വിളവെടുത്ത നെൽക്കതിരുകൾക്ക് പുറമെ ആറന്മുള, ചെട്ടിക്കുളങ്ങര, പാലക്കാട് എന്നിവിടങ്ങളിൽ നിന്നുമായി എത്തിക്കുന്ന നെൽക്കതിരുകളും ഭക്തർ സന്നിധാനത്ത് കൊണ്ടുവരുന്ന നെൽക്കതിരുകളും നിറപുത്തരി പൂജയ്ക്കായി എടുത്തു. വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തും സ്പോട്ട് ബുക്കിംഗ് നടത്തിയും തീർത്ഥാടകർക്ക് ദർശനം നടത്താം. നിറപുത്തരി ചടങ്ങുകൾ പൂർത്തിയാക്കി ക്ഷേത്രനട രാത്രി 10-ന് അടയ്ക്കും. ഓണം നാളുകളിലെ പൂജകൾക്കായി ഈ മാസം 27-ന് വീണ്ടും നട തുറക്കും. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉത്തര മലബാറിന്റെ വികസന കുതിപ്പിന് കരുത്തേകാൻ കാർഗോ സർവീസുമായി ദ്രാവിഡൻ ഏവിയേഷൻ സർവീസ്. ആദ്യ പറക്കൽ ചിങ്ങം 1-ന്. കാർഗോ സർവീസ് മലബാറിന്റെ പരമ്പരാഗത മേഖലയ്ക്ക് മുതൽക്കൂട്ട്. രാജസ്ഥാനി ഉൽപ്പന്ന പ്രദർശന വിപണനമേള ഉത്സവ് രാജസ്ഥാന് തിരക്കേറുന്നു. പരമ്പരാഗത നെയ്ത്തും കരകൌശല വസ്തുക്കളുമായി മേള ഓണം വരെ. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ NGO യൂണിയൻ പ്രതിഷേധം. സർക്കാർ ജീവനക്കാർ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി. കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി തകർക്കുന്നുവെന്ന ആരോപണം. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc ഇൻ ഫാഷൻ ഡിസൈനിംഗ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനർ ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം.
Oracle Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ജനങ്ങളുടെ വിശ്വസ്തത നേടിയെടുത്ത ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക്. 13 ബ്രാഞ്ചുകളിലായി വിവിധ തരം വായ്പകൾ. സ്വത്ത് പണയ വായ്പ 50 ലക്ഷം രൂപ വരെ, ഭവന വായ്പ 25 ലക്ഷം രൂപ വരെ, എക്സ്പ്രസ് വായ്പ 50,000 രൂപ വരെ, വാഹന വായ്പ 10 ലക്ഷം രൂപ വരെ, ഗോൾഡ് ലോൺ 25 ലക്ഷം രൂപ വരെ, കൺസ്യൂമർ ലോൺ 2 ലക്ഷം രൂപ വരെ, കാർഷിക സ്വർണ്ണ പണയ വായ്പ 7% പലിശ നിരക്കിൽ. കൂടാതെ 3 ലക്ഷം രൂപ വരെ സലയുള്ള ചിട്ടി മാതൃകയിലുള്ള MDS പദ്ധതി. നിക്ഷേപങ്ങൾക്ക് സർക്കാർ ഗ്യാരണ്ടിയും ആകർഷകമായ പലിശയും. 100ഓളം പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാൾ, ഒപ്പം ഷോപ്പിംഗ് കോംപ്ലക്സിൽ വാടകയ്ക്ക് മുറികൾ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതയാണ്. സാധാരണക്കാരുടെ മനസ്സറിഞ്ഞ ബാങ്ക് ചൊവ്വ കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക്. ഹെഡ് ഓഫീസ് മേലെ ചൊവ്വ, കണ്ണൂർ. ഓണക്കാലത്തെ വരവേൽക്കാൻ സമ്മാന പെരുമഴയിൽ ഇമ്മാനുവൽ പൊന്നോണം. ഓണത്തിനൊരുങ്ങാം കുടുംബസമേതം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം. മികച്ച വസ്ത്രവിസ്മയങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലകളിൽ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. എല്ലാ ഷോറൂമുകളിലും ദിവസേന നറുക്കെടുപ്പ്, ദിവസേന സമ്മാനം. നറുക്കെടുപ്പിലൂടെ നേടാം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ. ഒപ്പം നേടാം ഗിഫ്റ്റ് വൗച്ചറുകളും സ്വർണ്ണ നാണയങ്ങളും. എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ. ലേഡീസ് വെയറുകൾ 199 രൂപ മുതൽ, സാരികൾ 199 രൂപ മുതൽ, കിഡ്സ് വെയറുകൾ 145 രൂപ മുതൽ, ജെന്റ്സ് വെയറുകൾ 199 രൂപ മുതൽ. ഈ പൊന്നോണം ആഘോഷമാക്കൂ ഇമ്മാനുവലിനൊപ്പം. ഇമ്മാനുവൽ സിൽക്സ്, താവക്കര ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. റിയാദ് മാൾ, പയ്യന്നൂർ. നിയർ സിറ്റി സെന്റർ, ഇരിട്ടി. എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. വാർത്തകൾ തുടരുന്നു. ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള ഉംറ തീർത്ഥാടകരുടെ സംഘം യാത്ര തിരിച്ചു. 50ഓളം തീർത്ഥാടകരാണ് ജീവകാരുണ്യ പ്രസ്ഥാനമായ എളയാവൂർ CH സെന്ററിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സാന്ത്വന പരിചരണ കേന്ദ്രത്തിൽ വെച്ച് യാത്ര പുറപ്പെട്ടത്. നിസാമിയ ഉംറ ഗ്രൂപ്പ് വഴിയാണ് ഇത്തവണ ഉംറ യാത്ര. രാവിലെ തീർത്ഥാടകരും യാത്രയയക്കാൻ വന്ന ബന്ധുമിത്രാദികളും കാരുണ്യ ഭവനത്തിൽ ഒത്തുചേർന്നു. ഇവിടുത്തെ അന്തേവാസികളോടൊപ്പം ഏറെ നേരം ചിലവഴിക്കുകയും ചെയ്തു. നിസാമിയ ഉംറ ഗ്രൂപ്പ് വഴിയാണ് തീർത്ഥാടകർ പോകുന്നത്. ഇതേ ഗ്രൂപ്പ് വഴി പരിശുദ്ധ ഹജ്ജ് നിർവഹിക്കാൻ യാത്ര പുറപ്പെട്ടതും ഇവിടെ വെച്ച് തന്നെയാണ്. ഇവരുടെ അപൂർവ സംഗമം അന്തേവാസികൾക്ക് മറക്കാനാവാത്ത അനുഭവമായി മാറി. CH സെന്റർ അങ്കണത്തിൽ ചേർന്ന യാത്രയയപ്പ് സംഗമത്തിൽ റയീസ് അസ്ഹദി ഉദ്ബോധന പ്രസംഗവും പ്രാർത്ഥനയും നടത്തി. ഇവിടെ ഒരുപാട് പാവങ്ങളുണ്ട്, ഒരുപാട് ആവശ്യക്കാരുണ്ട്. അവരുടെ ഭക്ഷണം, മറ്റു കാര്യങ്ങൾ, ചികിത്സ കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്നത് ഈ പണ്ടായിരത്തിലിടുക. ഇടുമ്പോൾ ഉദ്ദേശിക്കാം നമ്മുടെ യാത്രയുടെ എളുപ്പത്തിന് വേണ്ടി, യാത്രയുടെ പ്രയാസമില്ലാതെ തിരിച്ചു വരുന്നതിന് വേണ്ടിയൊക്കെ നിയത്താക്കി ഈ പണ്ടായിരത്തിൽ നിങ്ങളെല്ലാവരും നിക്ഷേപിക്കുക. അത് അവരാരും എന്നോട് പറഞ്ഞതൊന്നുമല്ല, നമുക്ക് ഈ സൗകര്യമൊക്കെ ചെയ്തു തരികയും ചെയ്തു. കഴിഞ്ഞ ഹജ്ജിന് പോകുമ്പോഴും നമ്മൾ ഇവിടുന്നാണ് പോയത്. സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. ആ സൗകര്യത്തിനും പിന്നെ ഇവരുടെ ആവശ്യത്തിനൊക്കെ പറ്റി നിങ്ങളെന്താക്കുക, കഴിയുന്ന തുക നിങ്ങളെല്ലാവരും ഇത് നിക്ഷേപിച്ചിട്ട് മാത്രമേ ഇവർക്ക് പോകാൻ പാടുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല CH സെന്റർ ജനറൽ സെക്രട്ടറി KM ഷംസുദ്ദീൻ, N അബ്ദുള്ള, P മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. അസ്ലം വലിയന്നൂർ, RM ഷബീർ, P പാക്കർ, KB മുഹമ്മദ് നവാസ്, ജബ്ബാർ ബാരം, ജമീഷ, സുബൈദ തുടങ്ങിയവർ യാത്രയപ്പിന് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. രാജസ്ഥാൻ നെയ്ത്തുകാരുടെ കരവിരുതുമായി ടൗൺ സ്ക്വയറിൽ നടന്നുവരുന്ന രാജസ്ഥാൻ ഗ്രാമീണ മേളയ്ക്ക് തിരക്കേറുന്നു. രാജസ്ഥാനി കുർത്തികൾക്കും ബെഡ്ഷീറ്റുകൾക്കുമാണ് ഇവിടെ ആവശ്യക്കാർ ഏറെ. കൂടാതെ പഴമയുടെ മിഠായികളും മറ്റ് സ്റ്റേഷനറി സാധനങ്ങളും മേളയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇവിടെ ടൗൺ സ്ക്വയറിലാണ് ഈ മേള നടക്കുന്നത്. ഇതോടനുബന്ധിച്ച് വളരെയധികം ഉൽപ്പന്നങ്ങൾ, അത് തുണിത്തരങ്ങളായാലും ആഭരണങ്ങളുടേതായാലും എല്ലാ രീതിയിലുള്ളതും, അത് മാത്രമല്ല ഇത് കൈകൊണ്ട് നിർമ്മിച്ചതും കൂടിയാണെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്കൊന്നത് കാണാം. രാജസ്ഥാന്റെ ഗ്രാമീണ ഭംഗി വിളിച്ചോതുന്ന ഉൽപ്പന്നങ്ങളും വസ്ത്രശേഖരവുമാണ് മേളയിലുള്ളത്. നെയ്ത്തുകാരുടെ കരവിരുതിൽ വിരിഞ്ഞ രാജസ്ഥാൻ കുർത്തികൾ, ഹാൻഡ്മെയ്ഡ് ബാഗ്സ്, സ്യൂട്ട്, ദൊപ്പട്ട, ബെഡ്ഷീറ്റുകൾ തുടങ്ങി അത്യാകർഷങ്ങളായ വീവിംഗ് മെറ്റീരിയൽസ്, ജയ്പൂർ ഹാൻഡ് ബ്ലോക്ക് ഫാബ്രിക്സും ഒരുക്കിയിട്ടുണ്ട്. കാണാനെത്തുന്നവരുടെ തിരക്കുണ്ടെങ്കിലും വാങ്ങിക്കുന്നവർ ചുരുക്കമാണെന്നാണ് വ്യാപാരികൾ പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം മാഡം നിങ്ങളിവിടെ സെയിൽ ചെയ്തതിനേക്കാളും മെച്ചം എന്തെങ്കിലും ഉണ്ടോ? മെച്ചെന്ന് പറഞ്ഞിട്ട് വന്നില്ല, ഇങ്ങനെ പച്ച പിടിച്ചിട്ട് വരുന്നതേ ഉള്ളേ സാറേ. അപ്പോൾ എന്ന് വിചാരിച്ചാൽ കച്ചവടം
കസ്റ്റമർ കയറി വരുന്നത്. പക്ഷെ ഞങ്ങളുടെ ബിസിനസ് കുറച്ചും കൂടി പുരോഗമിക്കണം, അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കസ്റ്റമേഴ്സ് ഇങ്ങനെ വന്ന് കണ്ട് തിരിച്ചു പോകുന്ന ഒരു അവസ്ഥയാണോ ഉള്ളത്? ആ അവസ്ഥയിൽ നിന്ന് ചിലവരത് സെയിലാകുന്നുണ്ട്, ചിലവർക്ക് ഡള്ളാകുന്നുണ്ട്. അത് ബിസിനസ്സിൻ്റെ ടെക്നിക്കാണല്ലോ. അത് ഇനിയും കൂടി ഞങ്ങൾ ഓണം വരെ പ്രതീക്ഷിക്കുന്നതിൽ നമുക്ക് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ വർഷത്തിനെക്കാട്ടിയും വെച്ചൊന്നും പറയാനായിട്ടില്ല. കഴിഞ്ഞ വർഷം ഞാൻ ഷർട്ടിലായിരുന്നു, അപ്പോൾ നല്ല സെയിലായിരുന്നു. പിന്നെ ഈ ബാത്തിക്കിൻ്റെ പ്രിൻ്റ് അതിലായിരുന്നു, അതിലെല്ലാം ആയപ്പോൾ നല്ലോണം പിടിച്ച്. ഇപ്പം ഇതിന് കുറച്ചും കൂടി ഒന്ന് ഡെവലപ്പായി വരണം, കസ്റ്റമേഴ്സ് നമ്മളെ ആകർഷിക്കപ്പെടണം, വെച്ചിട്ട് സാധനങ്ങൾ വാങ്ങിയിട്ട് വരണം. പരമാവധി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഓണായതുകൊണ്ട് ഞങ്ങൾ പരമാവധി ചോദിച്ചില്ലേ കസ്റ്റമേഴ്സിനോട്, ഞങ്ങൾ കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. നല്ല വില കുറവ് തന്നെ. മറ്റുള്ള സ്ഥലത്തെ അപേക്ഷിച്ച് വില കുറവാണ്. വളകൾ, മാല, കമ്മൽ തുടങ്ങി സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന ഏതൊരു ഉൽപ്പന്നത്തിനും ആളുകൾ തേടിയെത്തുമെന്നതാണ് ഇവരുടെ വാക്കുകളിലൂടെ മനസ്സിലാവുന്നത്. എങ്ങനെയാണ്? നല്ല ക്വാളിറ്റിയാണ്, നല്ല ക്വാളിറ്റി ഉള്ള തന്നെയാണ്. ഇതാ ഞാനിത് 2 എടുത്തിട്ടുണ്ട് പീസ്. ഇങ്ങനെയുള്ള സമയത്തല്ലേ ഇത് വരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്തൊക്കെ ഇത് കൂടുതൽ വാങ്ങി ഉപയോഗിക്കാറുണ്ടോ, അതോ വീട്ടിലെല്ലാവർക്കും വേണ്ടിയിട്ടാണോ വാങ്ങിക്കുന്നത്? കൂടുതൽ അങ്ങനെ വാങ്ങാറൊന്നുമില്ല. വീട്ടിൽ മകളൊക്കെ ഇല്ലേ, അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട്? അവൾക്ക് വാങ്ങാനുണ്ട്, മകള്. എന്തായാലും നല്ലത് തന്നെ അല്ലേ? നല്ലത് തന്നെ. അമ്മ വീട്ടിലേക്ക് മക്കൾക്കോ ചെറുമക്കൾക്കോ ആർക്കെങ്കിലും വേണ്ടി വാങ്ങിക്കുന്നുണ്ടോ? ഞാനിപ്പോൾ വാങ്ങിക്കുന്നില്ല, ഇനിയും സമയമുണ്ടല്ലോ, അന്നേരം വരാം. എല്ലാം ഒന്ന് കാണാന്നുള്ള ഉദ്ദേശത്തിൽ ഇങ്ങനെ ഇറങ്ങിയതാണല്ലേ? DOS ഓഫീസിൽ വന്നാൽ അന്നേരം ഇങ്ങോട്ടൊന്ന് കയറി എന്നുള്ളതേ ഉള്ളൂ. സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ? ഇവിടെ തുണിത്തരങ്ങളോ ആഭരണങ്ങളോ വാങ്ങിച്ചിട്ടുണ്ട്, അതേക്കുറിച്ചൊക്കെ എന്താ അഭിപ്രായം? ഇവരുടെ പ്രൊഡക്റ്റ് എല്ലാം കുറേ ലാസ്റ്റ് ചെയ്യും, പിന്നെ കുറച്ച് റേറ്റ് കുറച്ച് കൂടുതലാണ്. റേറ്റ് കൂടുതലാണോ ഇതിന്? കൂടുതൽ. അത് ഓണത്തോടനുബന്ധിച്ചിട്ടായിരിക്കും അല്ലേ? അതെ അതെ. ഇത് വർഷങ്ങളായിട്ട് വാങ്ങാറുണ്ടോ, അതോ ഫസ്റ്റ് ടൈം ആണോ? ഞങ്ങൾ കഴിഞ്ഞ വർഷമെല്ലാം വരുത്തും. ലോങ് ലാസ്റ്റിംഗ് ആണ് ഇത്. ലാസ്റ്റ്. ഓണത്തിന് ഇനി നാളുകൾ മാത്രം ബാക്കി നിൽക്കെ നെയ്ത്തുകാരും കരകൗശലക്കാരും കണ്ണൂരിനെ വർണ്ണാഭമാക്കുകയാണ് ഉത്സവ രാജസ്ഥാൻ എന്ന ഗ്രാമീണ മേളയിലൂടെ. ക്വിറ്റ് ഇന്ത്യ ദിനത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ DCC ഓഫീസിൽ അനുസ്മരണവും ദേശീയോദ്ഗ്രഥന പ്രതിജ്ഞയും നടത്തി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പോരാളികൾ ജീവനും രക്തവും വിയർപ്പും ചീന്തി നേടിയെടുത്ത സ്വാതന്ത്ര്യവും മതേതരത്വ ജനാധിപത്യ മൂല്യങ്ങളും നേതാക്കളായ അഡ്വക്കേറ്റ് TO മോഹനൻ, രാജീവൻ എളയാവൂർ, അമൃത രാമകൃഷ്ണൻ, റഷീദ് കവ്വായി, റിജിൽ മാക്കുറ്റി, P മുഹമ്മദ് ഷമ്മാസ്, MP വേലായുധൻ, കൂക്കിരി രാഗേഷ്, CV സന്തോഷ്, കായക്കൽ രാഹുൽ, കല്ലിക്കോടൻ രാഗേഷ്, ഉഷകുമാരി, രാഹുൽ വെച്ചിയോട്ട് തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കടലായി സൗത്ത് UP സ്കൂളിൽ ഹിരോഷിമ നാഗസാക്കി ദിനാചരണത്തോടനുബന്ധിച്ച് മുൻ SNG കമാൻഡോ ശൗര്യചക്ര PV മനേഷ് കുട്ടികൾക്ക് യുദ്ധവിരുദ്ധ സന്ദേശം നൽകി. മുൻ പ്രധാന അധ്യാപകൻ ശ്രീ KK രവീന്ദ്രൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഷെരീഫ് അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. മദർ PTA പ്രസിഡന്റ് സഹീറ, സ്റ്റാഫ് പ്രതിനിധി KK സുനിൽകുമാർ, പ്രധാന അധ്യാപകൻ K സുരേഷ്, KK രഞ്ജിനി തുടങ്ങിയവർ പങ്കെടുത്തു. സ്വതന്ത്രമായി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയി, നമ്മളെല്ലാവരും സ്വതന്ത്രരാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള നാനാകോടി ജനങ്ങൾ എല്ലാവരും ആഹ്ലാദത്തിന്റെ തിമിർപ്പിലായി എല്ലാവരും സ്വാതന്ത്ര്യത്തിന്റെ അനന്തകോടിയിൽ എത്തിച്ചേർന്നു. പക്ഷേ ഇന്ന് ഈ കഴിഞ്ഞ വർഷം നമ്മൾ ആസാദി കാ അമൃത് മഹോത്സവ് എല്ലാവരുടെ വീട്ടിലും ഫ്ലാഗ് ഉയർത്തിയിട്ടില്ലേ? യുദ്ധത്തിന്റെ ഭീകരത വെളിവാക്കുന്ന സിപാഹി കി ജീവൻ ജാൻകി എന്ന സ്കിറ്റ് പരിപാടിയുടെ ഭാഗമായി അരങ്ങേറി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ
KSSPU കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ കണ്ണൂർ കലക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ഒറ്റത്തവണയായി ഉടൻ അനുവദിക്കുക, ക്ഷാമാശ്വാസ കുടിശ്ശിക ഒറ്റത്തവണയായി അനുവദിക്കുക, ഒരു മാസത്തെ പെൻഷൻ ഉത്സവബത്തിയായി നൽകുക, മെഡിക്കൽ അലവൻസ് കാലോചിതമായി വർദ്ധിപ്പിക്കുക, മെഡിസെപ് ന്യൂനതകൾ പരിഹരിക്കുക, എക്സ്ഗ്രേഷ്യ പെൻഷൻമാർക്ക് മറ്റു പെൻഷൻകാർക്ക് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും അനുവദിക്കുക, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക, കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള പ്രതികാര നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഗവൺമെന്റ് ന്യായമായിട്ടുള്ള അർഹമായിട്ടുള്ള ആനുകൂല്യങ്ങൾ നൽകേണ്ടതുണ്ട്. ഇപ്പം നികുതിയെല്ലാം തിരിച്ചു കൊണ്ടുപോകുന്നവരാണ്. നികുതിയെല്ലാം തിരിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ്. നേരത്തെയാണെങ്കിൽ ഇൻകം ടാക്സ് ആയിരുന്നു കാര്യമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് പിടിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അതല്ലല്ലോ നമ്മുടെ രാജ്യത്തിന്റെ വിൽപ്പന നികുതി. KSSPU ജില്ലാ പ്രസിഡന്റ് MV ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി K കരുണാകരൻ മാസ്റ്റർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PV പത്മനാഭൻ മാസ്റ്റർ, K കൃഷ്ണൻ, KT കത്രിക്കുട്ടി എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി E മുകുന്ദൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി VP കിരൺ തുടങ്ങിയവർ പങ്കെടുത്തു. നഷ്ടപ്പെട്ട ആഭരണം തിരികെ നൽകി മാതൃകയായി. ആയിക്കര C ഡിവിഷനിലെ ശുചീകരണ തൊഴിലാളി പ്രമീളയുടെ നഷ്ടപ്പെട്ടുപോയ 3 പവൻ സ്വർണമാലയും 9,500 രൂപയും ATM കാർഡ് അടക്കമുള്ള പേഴ്സും തിരിച്ചു നൽകി നീർച്ചാൽ സ്വദേശി അബ്ദുൾ റസാഖാണ് മാതൃകയായത്. വിലപിടിപ്പുള്ള വസ്തുക്കളായതിനാൽ ഉടമയെ അന്വേഷിച്ച് കണ്ടെത്തുകയായിരുന്നു. പേഴ്സിൽ നിന്നും ലഭിച്ച കോർപ്പറേഷന്റെ വിവരങ്ങളാണ് പ്രമീളയെ കണ്ടെത്താൻ സഹായിച്ചത്. ആയിക്കര കോർപ്പറേഷൻ ഓഫീസിലെത്തി വസ്തുക്കൾ പ്രമീളയ്ക്ക് തിരികെ നൽകി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള NGO യൂണിയന്റെ നേതൃത്വത്തിൽ സർക്കാർ ജീവനക്കാർ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് TP ഉഷ സമരം ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ സാമ്പത്തികമായി തകർക്കാനുള്ള നീക്കത്തെ ചെറുക്കുക, കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ യോജിച്ച് അണിനിരക്കുക, PFR DA നിയമം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഡിമാൻഡ് കേരളത്തെ സാമ്പത്തികമായി തകർക്കാനുള്ള നീക്കത്തെ ചെറുക്കുക എന്നുള്ളതാണ്. എന്തിനാണ് കേരളത്തെ സാമ്പത്തികമായി തകർക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുന്നു എന്നുള്ളത് കേവലം ഒരു സാമ്പത്തിക വിഷയത്തിൽ മാത്രം അതിനെ ചുരുക്കിക്കാട്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. അതിന്റെ രാഷ്ട്രീയം കേരളത്തിന്റെ സിവിൽ സർവീസിനും കേരളത്തിന്റെ പൊതുസമൂഹത്തിനും പഠിപ്പിച്ചുകൊണ്ട് മാത്രമേ കേരള NGO യൂണിയൻ എന്ന് പറയുന്ന ഈ മഹാപ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയൂ. മറ്റ് സിവിൽ സർവീസിലെ സംഘടനകളെ പോലെ സാമ്പത്തിക ഡിമാൻഡിനപ്പുറത്തെ ഇതിനൊരു രാഷ്ട്രീയ പരിപ്രേക്ഷ്യമുണ്ട് എന്നും ആ രാഷ്ട്രീയ പരിപ്രേക്ഷ്യം എന്നുള്ളത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കാനുള്ള ഗൂഢമായിട്ടുള്ള നീക്കത്തിന്റെ ഭാഗമാണ് എന്നുള്ളതും കേരളത്തിന്റെ സിവിൽ സർവീസിനെയും കേരളത്തിന്റെ പൊതുസമൂഹത്തിലും സംവദിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് കാണാൻ വേണ്ടി കഴിയും. ജില്ലാ പ്രസിഡന്റ് PP സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി N സുരേഷൻ സ്വാഗതം പറഞ്ഞു. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണ്ണവില ഗ്രാമിന് 25 രൂപ കുറഞ്ഞു. 1 ഗ്രാം സ്വർണം 5470 രൂപ, പവന് 43,760 രൂപ, വെള്ളി 77 രൂപ. അറിയിപ്പ്. സ്പോർട്സ് ക്വാട്ട സീറ്റ് ഒഴിവ്. ചുക്ലിയിലെ തലശ്ശേരി ഗവൺമെന്റ് കോളേജിൽ BA ഹിസ്റ്ററി, MSc കമ്പ്യൂട്ടർ സയൻസ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോഴ്സുകളിൽ സ്പോർട്സ് ക്വാട്ടയിൽ ഓരോ സീറ്റ് വീതം ഒഴിവുണ്ട്. അർഹരായ വിദ്യാർത്ഥികൾ ഓഗസ്റ്റ് 14-നകം കോളേജിൽ അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ 9747822484. BLO മാർക്ക് ഡ്യൂട്ടി ലീവ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക സംക്ഷിപ്ത സമ്മതിദായക പട്ടിക പുതുക്കലിന്റെയും വോട്ടർ പട്ടികയുമായി ആധാർ ബന്ധിപ്പിക്കുന്നതിന്റെയും ഭാഗമായി വോട്ടർമാരുടെ വീടുകൾ സന്ദർശിക്കേണ്ടതിനാൽ ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് ഓഗസ്റ്റ് 1 മുതൽ 28 വരെ ഏതെങ്കിലും 2 ദിവസം ഡ്യൂട്ടി ലീവ് അനുവദിക്കാൻ വകുപ്പ് മേധാവികളോട് പൊതുഭരണ വകുപ്പ് ഉത്തരവിട്ടു. ഇതിനായി BLO മാർ ബന്ധപ്പെട്ട ERO തഹസിൽദാറുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. സംരംഭക ശില്പശാല. കോട്ടയം ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ സംരംഭകർക്കായി ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും കോട്ടയം ഗ്രാമപഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 11 രാവിലെ 10 മണിക്ക് EMS സ്മാരക ഓഡിറ്റോറിയത്തിൽ ശില്പശാല സംഘടിപ്പിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C രാജീവൻ ഉദ്ഘാടനം ചെയ്യും. പങ്കെടുക്കാൻ ബന്ധപ്പെടുക 7356727308.
സ്പോട്ട് അഡ്മിഷൻ. കേരള സർക്കാരിന്റെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ കണ്ണപുരം ഗവൺമെന്റ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2023-24 അധ്യയന വർഷം ദ്വിവത്സര സെക്രട്ടേറിയൽ പ്രാക്ടീസ് ഡിപ്ലോമ കോഴ്സിൽ ഒഴിവുള്ള സീറ്റുകളിൽ സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. താൽപര്യമുള്ളവർ ഓഗസ്റ്റ് 14 രാവിലെ 10 മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുകളും TCയും സഹിതം ഹാജരാവുക. ഫോൺ നമ്പർ 049728611819. താൽക്കാലിക അധ്യാപക നിയമനം. കാസർഗോഡ് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ മെക്കാനിക്കൽ വർക്ക്ഷോപ്പുകളിൽ ഒഴിവുള്ള വിവിധ തസ്തികകളിലേക്ക് താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നതിനും ഈ അധ്യയന വർഷം ഉണ്ടായേക്കാവുന്ന ഒഴിവുകളിൽ നിയമിക്കപ്പെടുന്നതിനും ഉദ്യോഗാർത്ഥികളുടെ പാനൽ തയ്യാറാക്കുന്നു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലെ ടർണിംഗ്, കാർപ്പൻട്രി, ട്രേഡ്മാൻ തസ്തികകളിലാണ് ഒഴിവ്. കൂടിക്കാഴ്ച ഓഗസ്റ്റ് 11 നടക്കും. ബന്ധപ്പെട്ട വിഷയത്തിൽ ITI, KGCE, THSLC ആണ് യോഗ്യത. താൽപര്യമുള്ളവർ രാവിലെ 10 മണിക്ക് മുമ്പായി പെരിയാർ പോളിടെക്നിക് കോളേജ് ഓഫീസിൽ ബയോഡാറ്റ, എല്ലാ അക്കാഡമിക് പരിചയ സർട്ടിഫിക്കറ്റുകളുടെയും അസൽ പകർപ്പും സഹിതം നേരിട്ട് ഹാജരാവണം. സീറ്റൊഴിവ്. വിനോദസഞ്ചാര വകുപ്പിന് കീഴിലെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കോളേജിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത 3 വർഷത്തെ തൊഴിലധിഷ്ഠിത BSc ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് സയൻസ് കോഴ്സുകളിൽ സീറ്റുകൾ ഒഴിവുണ്ട്. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ ആവശ്യമായ രേഖകൾ സഹിതം കോളേജിൽ ഹാജരാവണം. ഫോൺ നമ്പർ 9567463159. മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ്. കെൽട്രോണിന്റെ വിവിധ നോളജ് സെന്ററുകളിൽ തുടങ്ങുന്ന 1 വർഷത്തെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ സർട്ടിഫിക്കറ്റുകൾ സഹിതം അടുത്തുള്ള കെൽട്രോൺ നോളജ് സെന്ററുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 9772592412. ക്വട്ടേഷൻ. മലബാർ ദേവസ്വം ബോർഡ് തലശ്ശേരി അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഔദ്യോഗിക ആവശ്യത്തിലേക്കായി മാസവാടക നിരക്കിൽ ഡ്രൈവർ സഹിതം 7 വർഷത്തിൽ താഴെ പഴക്കമുള്ളതും ടാക്സി പെർമിറ്റുള്ളതുമായ വാഹനത്തിന് ക്വട്ടേഷൻ ക്ഷണിച്ചു. ഓഗസ്റ്റ് 16 ഉച്ചയ്ക്ക് 2 മണിവരെ ക്വട്ടേഷൻ സ്വീകരിക്കും. ഫോൺ നമ്പർ 0490232118. മരം ലേലം. പൊതുമരാമത്ത് വകുപ്പ് നിരത്തുകൾ ഭാഗം കണ്ണൂർ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയത്തിന് കീഴിൽ കണ്ണൂർ തളാപ്പ് റോഡിലെ ഒരു ആൽമരം ഓഗസ്റ്റ് 14 രാവിലെ 11 മണിക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ ലേലം ചെയ്യും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉത്തര മലബാറിന്റെ വികസന കുതിപ്പിന് കരുത്തേകാൻ കാർഗോ സർവീസുമായി ദ്രാവിഡൻ ഏവിയേഷൻ സർവീസ്. ആദ്യ പറക്കൽ ചിങ്ങം 1. കാർഗോ സർവീസ് മലബാറിന്റെ പരമ്പരാഗത മേഖലയ്ക്ക് മുതൽക്കൂട്ട്. രാജസ്ഥാനി ഉൽപ്പന്ന പ്രദർശന വിപണനമേള ഉത്സവ് രാജസ്ഥാന് തിരക്കേറുന്നു. പരമ്പരാഗത നെയ്ത്തും കരകൗശല വസ്തുക്കളുമായി മേള ഓണം വരെ. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ NGO യൂണിയൻ പ്രതിഷേധം. സർക്കാർ ജീവനക്കാർ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി. കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി തകർക്കുന്നുവെന്ന ആരോപണം. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.